ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്നേ പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തുള്ള വിറക് എടുത്ത് തൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും പറഞ്ഞു. എന്നാൽ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന് മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യുകയും അരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടി കാണിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നെ അറിയിച്ചു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്തെ ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നേ വരെയും പറഞ്ഞു വരുന്നു. ഇങ്ങനെ ഇവിടെ 1-ാം പാഠം അവസാനിച്ചു. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാവിലും ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.
രണ്ടാം പാഠഭാഗമായി എബ്രായർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനം. എബ്രായർ 5-1 മുതൽ 10 വരെ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാവങ്ങൾക്കായി വഴിപാട് യാഗവും അർപ്പിപ്പാൻ ദൈവത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടി പാപയാഗം അർപ്പിക്കുന്നവനും ആവുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുത്തിട്ടില്ല. ആവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് അവനോട് അരുളി ചെയ്തവൻ എന്നെ അവൻ കൊടുത്തത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസേദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെന്ന് പറയുന്നു. ക്രിസ്തു തൻ്റെ ജീവിതകാലത്ത് തന്നെ മരണത്തിന് രക്ഷിപ്പാൻ കഴിയുന്നവനോടും ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിയുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടതകളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവരായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കിസേദക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനിൽ നിന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. ഇങ്ങനെ പാഠഭാഗങ്ങൾ അവസാനിച്ചു. ദൈവമേ, മൽപ്രാർത്ഥന നീ കൈക്കൊണ്ട് മാമയാചന നൽകി യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ ഏകപുത്രൻ ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ വാഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവരും തന്റെ കൃപയാൽ സർവ്വമനുഷ്യരെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധ കന്യകയാകുന്ന ജഡം ധരിച്ച് ഭേദം കൂടാതെ രക്ഷകനായി ഞങ്ങൾക്ക്
യാത്രകളിലും തന്റെ പിതാവിനോടും പോലെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ പശ്ചാത്തലത്തിനായി ഞങ്ങളെല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമേൻ. തന്റെ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, നിന്റെ പെസഹായ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങൾ നിന്റെ പെസഹായ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, നിന്റെ പെസഹായ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ദർശനത്തിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങൾ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹയുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവൻ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നു എങ്കിലും നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവൻ വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡലങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധിയിൽ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പിൻ. Hallelujah.
ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങൾ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോശോ വബുകുല സുബാൻ ലഓൽമീൻ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ മേലും അനുഗ്രഹങ്ങളും കരുണകളും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടി ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്തതയുമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ പെസഹാചരണവുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം സംഭവിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടുന്നത് എവിടെയെന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറവീൻ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈതാരത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ച് കൊടുക്കും. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു. എന്നാറേ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീനത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ മേലും അനുഗ്രഹങ്ങളും കരുണയും ഉണ്ടാകുമാറാകട്ടെ. അവിടുത്തെ സകലർക്കും ശോഭിച്ചിടുവാൻ വന്നവനായ മഹിമേഴും രക്ഷകാ, പാപികളാം ഞങ്ങൾ അന്ധത നീങ്ങി ശോഭിപ്പാൻ ഈ സുവിശേഷം ഫലകരമാക്കിയിടുക. ബാറിക്കുമാർ സ്തവൻ ഗാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ.
ശുദ്ധീകരിക്കുന്ന യാഗത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്നവനും വെടിപ്പുള്ള കാഴ്ചകളെ കൈക്കൊള്ളുന്നവനും ആത്മീയ ആരാധനകളെ ശ്രേഷ്ഠമാക്കുന്നവനും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി തന്നെ യാഗമായി അർപ്പിക്കുകയും തൻ്റെ രക്തത്താൽ നമ്മുടെ വ്രണങ്ങളെ വെടിപ്പാക്കുകയും തൻ്റെ യാഗത്താൽ ഭൂലോകത്തിന് പാപപരിഹാരം ഉണ്ടാക്കുകയും ചെയ്തവനും മഹാപ്രധാനാചാര്യനുമായ ഉത്തമനുമായ മശിഹാ തമ്പുരാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുസ്സിന് നാളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനമെന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിൻ്റെ സർവ്വജനത്തിൻ്റെയും പാപങ്ങളും നിൻ്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ച് നല്ലവനെ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിൻ്റെ കരുണയാൽ ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിൻ്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദയമാന്നമഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായി മിശിഹായെ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമള്ളി ചെയ്യണമേ. ഞങ്ങളെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. തൻ്റെ സ്വഭാവത്തിൽ ഉത്തമനും തൻ്റെ കൃപയാൽ വിശുദ്ധന്മാർക്ക് വിശുദ്ധിയെ ദാനം ചെയ്യുന്നവനും സിഹിയോൻ മാളികയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് പാപപരിഹാരം ചെയ്യുന്ന തൻ്റെ ശരീരം മുറിച്ചു കൊടുക്കുകയും സകല വിശ്വാസികൾക്കും അവരുടെ മോചനത്തിന് പരിഹാരമായി തൻ്റെ വിലയേറിയ രക്തം കലർത്തുകയും എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് അവരോട് കൽപ്പിച്ചരുളി ചെയ്യുകയും ചെയ്തവനുമായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, ഞങ്ങൾ അയോഗ്യരായിരിക്കെ വിശുദ്ധാത്മാവ് മുഖാന്തരം നിനക്ക് പ്രസാദകരമായ ആരാധന ചെയ്യുവാൻ നിന്റെ ആർദ്രകരുണയാൽ ഞങ്ങളെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇത് ഹേതുവായിട്ട് ഞങ്ങളുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി നിന്റെ പരമയാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് ആത്മീയാനന്ദത്താൽ ഞങ്ങൾ സന്തോഷിച്ച് പറയുന്നതെന്തെന്നാൽ, ഞങ്ങളുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ദൈവികമായ യാഗം ഇതാകുന്നു. ഞങ്ങളുടെ മാലിന്യങ്ങൾ വെണ്മയാക്കുകയും ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ദൈവികമായ യാഗം ഇതാകുന്നു. പൂർണ്ണന്മാർ സ്വർഗീയ ഉന്നതത്തിലേക്ക് കരയേറ്റുന്നതിന് വഴി തുറന്ന ദൈവികമായ യാഗം ഇതാകുന്നു. ഊനമറ്റ യാഗമായി ഹാബേൽ അർപ്പിച്ച് അംഗീകരിക്കപ്പെട്ട വഴിപാടിനാൽ സൂചിപ്പിച്ചിരിക്കുന്ന ദൈവികമായ യാഗം ഇതാകുന്നു. വിശ്വാസികളും രക്ഷിക്കപ്പെട്ടവരുമായ ഞങ്ങൾക്ക് സ്വർഗീയ വാഗ്ദാനങ്ങളുടെ അച്ചാരമായി നൽകപ്പെട്ട ദൈവികമായ യാഗം ഇതാകുന്നു. ഞങ്ങളുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും രക്ഷയുടെ ആയുധമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവികമായ യാഗം ഇതാകുന്നു. പാപികളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് മോചിപ്പിക്കുന്ന ദൈവികമായ യാഗം ഇതാകുന്നു. കർത്താവ് നല്ലവനെന്ന് രുചിച്ചു നോക്കുവീനെന്ന ദൈവിക സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയ സന്തോഷത്തിൻ്റെ യാഗവും ഇതാകുന്നു. വലിയ പ്രധാന ആചാര്യനായ യൂസോദോക്കിൻ്റെ പുത്രനായ യോശുവ മുൻകൂറായി അണിച്ച സ്തോത്രയാഗവും ഇതാകുന്നു.
വെടിപ്പുള്ള മഹാപുരോഹിതനായ മൽക്കീസേദ കണിച്ച അപ്പത്താലും വീഞ്ഞാലും ദൃഷ്ടാന്തീകരിച്ച ദൈവികമായ യാഗം ഇതാകുന്നു. സന്ധ്യാസമയത്ത് അറുക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞാടിനാൽ പ്രവാചകനായ മോശ സാദൃശ്യപ്പെടുത്തി കാണിച്ച ദൈവികമായ യാഗം ഇതാകുന്നു. സകല നീതിമാന്മാരും പുണ്യവാന്മാരും പ്രത്യക്ഷമായി കാണുവാൻ കാത്തിരുന്നിട്ടും കണ്ടില്ല എന്ന ദൈവികമായ യാഗം ഇതാകുന്നു. വീണ്ടും ജനിച്ച ജാതികളുടെ കടങ്ങൾക്ക് പരിഹാരവും കുറ്റങ്ങൾക്ക് മോചനവും സമ്പാദിച്ച ദൈവികമായ യാഗം ഇതാകുന്നു. വിശ്വാസികൾക്ക് വിശുദ്ധ ശരീരവും പുണ്യമുണ്ടാക്കുന്ന രക്തവും നൽകുന്ന ദൈവികമായ യാഗം ഇതാകുന്നു. മേശമേൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അപ്പത്താൽ പ്രവാചകന്മാരുടെ തലവനായ മോശ ദൃഷ്ടാന്തീകരിച്ച ദൈവികമായ യാഗം ഇതാകുന്നു. അഗ്നിമയന്മാരും ആത്മയന്മാരുമായ ക്രോപന്മാരും ശ്രാപ്യന്മാരും ഭയത്തോടും വിസ്മയത്തോടും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ദൈവിക യാഗം ഇതാകുന്നു. നിത്യനായ പിതാവ് അതിനെ പൂർണ്ണമാക്കുകയും വത്സലായ പുത്രൻ അതിനെ പരിപൂർണമാക്കുകയും പരിശുദ്ധനായ റൂഹ അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്ത ദൈവികമായ യാഗം ഇതാകുന്നു. തൻ്റെ ശ്രേഷ്ഠതയുടെ മഹത്വത്തിനും പരിശുദ്ധ പിതാവിൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നൽവരങ്ങളുടെ ഐശ്വര്യത്തിനും ഞങ്ങളെയും സകല വിശ്വാസികളെയും അർഹരാക്കുവാനായിട്ട് ത്രിയേക ദൈവത്തിൻ്റെ ന്യൂമായുടെ കഷ്ടാനുഭവത്താൽ അതിനെ പൂർണ്ണമാക്കിയ ദൈവികമായ യാഗം ഇതാകുന്നു. ഈ പെരുന്നാളിൻ്റെ ഈ ദിവസത്തിൽ ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊള്ളുകയും ചെയ്യുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേൻ എന്ന ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതിനെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങളിലും പ്രകാശമുള്ള പ്രകാശവും സത്യമുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയാകുന്നവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധരുമായ കന്യകമറിയാമിൽ ജനിച്ച മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് രക്ഷിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് തിരുവനന്തപുരമായ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിളിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവരുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും നിത്യന്മാരും സ്നേഹന്മാരും സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധയും കാതോലികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ബാറിക്കുമാർ സ്തോമൻ കാലോ എല്ലാവർക്കും ഇരിക്കാം. പാട്ടുപാടുന്ന സമയം സ്തോത്ര കാഴ്ച അർപ്പിക്കാവുന്നത് അത്രേ.
കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കിടലിൻ്റെയും ശ്രേഷ്ഠമായിട്ടുള്ളതായ പാഠങ്ങളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം പെസഹായുടെ വലിയ ശുശ്രൂഷയിൽ കൂടി കർത്താവേ അവിടുന്ന് ഇടയായി തീർന്നുവെങ്കിൽ ഈ നാളുകളിൽ പെസഹായുടെ ശുശ്രൂഷയിൽ സംബന്ധിക്കുക മാത്രമല്ല, ഞങ്ങൾക്കും പങ്കിടലിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മനോഭാവം ഞങ്ങൾക്കുണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വലിയ വിചാരത്തോടുകൂടി കാഴ്ചകളുമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവിടുന്ന് തന്നിട്ടുള്ളതായ വകയിൽ നിന്നാണ് ഞങ്ങൾ നൽകുന്നത് എന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ആത്മാർത്ഥതയോടുകൂടി സമ്മതിക്കുന്നു. ഈ കാഴ്ചകൾ അവിടുത്തെ നാമമഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് മുഖാന്തരമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഈ പെസഹായുടെ പ്രത്യേക ശുശ്രൂഷയിൽ വലിയവനായ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളത് നന്ദിപൂർവം ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. വായിച്ചതായ ഏവൻഗേലിയൻ ഭാഗത്തു നിന്നൊരു വാക്യം കൂടി ധ്യാനത്തിനായിട്ട് വായിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു, പെസഹ ഒരുക്കി. പെസഹായുടെ പ്രസക്തിയും അതിൻ്റെ അർത്ഥതലങ്ങളും കഴിഞ്ഞ നാളുകളായി നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതുമായിട്ടുള്ളതായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മുഖവുര ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഹ്രസ്വമായിട്ടുള്ള ചില ചിന്തകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുക. ഈ വലിയ പെസഹായുടെ അനുഭവം എനിക്കും നിങ്ങൾക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്, ചില ഗുണപാഠങ്ങളുണ്ട്. അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ചതിയല്ല ചാരിതാർത്ഥ്യമാണ് നമുക്ക് ആവശ്യം. ചതിയല്ല ചാരിതാർത്ഥ്യമാണ് ആവശ്യം. ഇറ്റ്സ് നോട്ട് ബിട്രയൽ ആൻഡ് ട്രെച്ചറി ബട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ് അന്ന് നടന്നതായ പെസഹാ വിരുന്നിൽ സംഭവിച്ചത്? ഒരു വലിയ ചതിയുടെ, ഒരു വലിയ ആസൂത്രണത്തിൻ്റെ, തങ്ങളുടെ നാഥനെ ചതിക്കുവാനായിട്ട് ഒരുങ്ങുന്നതായ ചില ആളുകളുടെ, അല്ലെങ്കിൽ ശിഷ്യ സമൂഹത്തിൽ നിന്ന് പ്രധാനിയായിട്ടുള്ളതായ യൂദായുടെ പ്രവർത്തനത്തെയാണ് ആ വിരുന്നിൽ നമ്മൾ കാണുന്നത്. വളരെ ഹൃദ്യമായിട്ടുള്ളതായ വിരുന്നാണ്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതായ വിരുന്നാണ്. എന്നാൽ ഒരു വലിയ ചതി അതിന് പിന്നിലുണ്ട്. ബിട്രയൽ, ചതിക്കുന്നതായിട്ടുള്ള, തള്ളിപ്പറയുന്നതായിട്ടുള്ളതായ അനുഭവം. ഞാനും നിങ്ങളും ഈ കാലങ്ങളിൽ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ ഈ ദൈവവചനം നമ്മളോടും ചോദിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതാർത്ഥതയോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി, ചാരിതാർത്ഥ്യത്തോടുകൂടിയാണോ ഞാനും നിങ്ങളും ഇതിൽ സംബന്ധിക്കുന്നത്? ദൈവസന്നിധിയിൽ ചാരിതാർത്ഥ്യത്തോടുകൂടി നിൽക്കുവാനായിട്ട് നമുക്ക് ഈ വലിയ പെരുന്നാളിൽ കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ ഈ ശിഷ്യന്മാരിൽ യൂദാ ഉൾപ്പെടെ എല്ലാവർക്കും ചാരിതാർത്ഥ്യത്തോടുകൂടി നോക്കിക്കാണേണ്ടുന്നതായൊരു വിഷയമായിരുന്നു. എന്ത്? ഞങ്ങളുടെ നാഥൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു വലിയ വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. ഇതൊരു അസുലഭ നിമിഷമാണ്, ഒരു വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതായ വിരുന്ന്. ഈ വിരുന്നിൽ ഉപയോഗിച്ചിരിക്കുന്നതായ വസ്തുക്കളുടെ വലുപ്പം കൊണ്ടല്ല, എന്നാൽ ഇത് ഒരുക്കിയിരിക്കുന്നതായ വ്യക്തിയുടെ വലുപ്പമാണ്. ഈ വലിയ വ്യക്തി എനിക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നുവല്ലോ. വളരെ കൃതാർത്ഥതയോടുകൂടി, വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി മാത്രം അവിടെ കടന്നു പോകേണ്ടിയിരുന്നതായ യൂദാ, പക്ഷേ ഒരു വലിയ ചതിയുടെ തിരക്കഥ വളരെ കൃത്യമായി, വളരെ നൂറ്റ് വളരെ ഭംഗിയായിട്ട് അത് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ചതിയുടെ ഒരു ലോകമാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ആരെയാണ് നമ്മൾ ചതിക്കുന്നത്? കുടുംബത്തിനുള്ളിൽ ചതി നടക്കുന്നില്ലേ? മാതാപിതാക്കളെ ചതിക്കുന്ന മക്കളില്ലേ? സഹോദരങ്ങളെ ചതിക്കുന്ന സഹോദരങ്ങളില്ലേ? അയൽക്കാരെ ചതിക്കുന്നില്ലേ?
നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചതിക്കുന്നില്ലേ? ചതിയുടെ വളരെ മോശമായിട്ടുള്ളതായ അനവധി ഉദാഹരണങ്ങൾ ഈ നാളുകളിൽ പത്രമാധ്യമങ്ങൾ നമ്മുടെ മുൻപാകെ അക്കമിട്ട് ഒന്നിനു പിറകെ ഒന്നായിട്ട് പറയുമ്പോൾ, അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഈ ചതിയുടെ കൂത്തരങ്ങായിട്ട് നമ്മൾ ഓരോന്നും കാണുമ്പോൾ ഓർക്കുക, വിശുദ്ധ കുർബാന നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ചതിയുടെ മനോഭാവം മാറ്റിവെക്കണം. പിന്നെയോ ചാരിതാർത്ഥ്യത്തോടുകൂടി വരണം. ഈ വലിയ കഷ്ടപ്പാട്, ഈ വലിയ ത്യാഗം, ഈ വലിയ സ്നേഹം, അത് എങ്ങനെ ഞാൻ കണ്ടില്ലെന്ന് നടിക്കുവാനായിട്ട് കഴിയും? കാൾ യുങ് ഒരു സ്വിസ് എഴുത്തുകാരനും ഒരു സൈക്കോളജിസ്റ്റും ഫിലോസഫറുമൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വാചകം ഇപ്രകാരം വായിച്ചിട്ടുണ്ട്: വൺ ലുക്സ് ബാക്ക് വിത്ത് അപ്രീസിയേഷൻ ടു ദ ബ്രില്യൻ ടീച്ചേഴ്സ്, ബട്ട് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദോസ് ഹു ടച്ച് ദെയർ ഫീലിങ്സ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളതായ ടീച്ചേഴ്സിനെ നമ്മളെപ്പോഴും വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി നമ്മൾ നോക്കാറുണ്ട്, ഓർക്കാറുണ്ട്. എന്നാൽ നമ്മൾ ചാരിതാർത്ഥ്യത്തോടുകൂടി, കൃതാർത്ഥതയോടുകൂടി ഓർക്കുന്ന ചില അധ്യാപകരുണ്ട്. അവർ ബ്രില്യൻസ് കൊണ്ടല്ല അവരെ ഓർക്കപ്പെടുവാനായിട്ടിടയായിത്തീരുന്നത്, അവർ നമ്മുടെ ജീവിതത്തെ ചില സന്ദർഭങ്ങളിൽ തൊട്ടു എന്നുള്ളതാണ്. ദേ ടച്ച്ഡ് us. അവരുടെ വാക്കുകൊണ്ടാവാം, അവരുടെ ഒരു പ്രവൃത്തി കൊണ്ടാവാം, അവരുടെ സ്നേഹം തുളുമ്പുന്നതായ ഒരു വാക്കുകൊണ്ടാവാം. ഈ ചാരിതാർത്ഥ്യം നഷ്ടപ്പെട്ട് ഞാനും നിങ്ങളും ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ, പെസഹ ആചരിക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥമായ അർത്ഥതലം നമുക്ക് നഷ്ടപ്പെടുന്നു. സോ നമുക്ക് വേണ്ടുന്നതായ അനുഭവം, വേണ്ടുന്നതായ എക്സ്പീരിയൻസ് ഗ്രാറ്റിറ്റ്യൂഡാണ്. 2, ചാരനാകാതെ ചങ്ങാതിയായി തീരുക എന്നുള്ളതാണ്. ചാരനാകാതെ ചങ്ങാതിയായി തീരുക. നോട്ട് ടു ബി എ സ്പൈ, but to be a companion, a comrade, a friend. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സ്നേഹിതരാണ്. ഒരുപക്ഷെ ഗുരു ശിഷ്യ ബന്ധത്തിൽ നിന്ന് അപ്പുറമായി ഒരു സൗഹൃദത്തിൻ്റെ അനുഭവത്തിലാണ് കർത്താവ് എല്ലാവരോടും ഇടപെട്ടിട്ടുള്ളത്. പലപ്പോഴും മാസ്റ്റർന്നോ ഗുരുവെന്നോ ഒക്കെ റബി എന്നോ ഒക്കെ അഭിസംബോധന ചെയ്യുന്നുവെങ്കിലും വളരെ സ്നേഹത്തോടുകൂടി സൗഹാർദ്ദപരമായിട്ടുള്ളതായ ഒരു ബന്ധം. ഈ സൗഹൃദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നത്. ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കാനായിട്ട് അവർ തയ്യാറെടുക്കുകയാണ്. പക്ഷേ ഓർക്കുക, ഒരു ചങ്ങാതിയെ പോലെ കർത്താവ് ഇവരെ കൂടെ കൊണ്ടു നടന്നുവെങ്കിൽ അവിടെ ഒരു ചാരൻ. ഈ ചാരൻ കർത്താവിൻ്റെ ഓരോ പ്രവൃത്തികളെയും, ഓരോ നീക്കങ്ങളെയും, ഓരോ സ്റ്റെപ്പുകളെയും വളരെ കൃത്യമായി ചിലരോട് പറഞ്ഞ് ചാരപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. ചാരവൃത്തിയെ പറ്റിയുള്ളതായ പ്രമാദമായിട്ടുള്ളതായ കേസുകളൊക്കെ നമ്മൾ ഇതിനു മുൻപ് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമുക്ക് കർത്താവിനെ ഒരു കമ്പാനിയനായി, ഒരു കോംറേഡായി, ഒരു സുഹൃത്തായി, എൻ്റെയും നിങ്ങളുടെയും ജീവിത അനുഭവങ്ങളിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ പറ്റുന്നതായ ഒരു അനുഭവത്തിൽ കാണുവാനായിട്ട് കഴിയുമോ? അതോ തക്കം കിട്ടിയാൽ ഒരു ചാര പ്രവൃത്തിയോടുകൂടി കർത്താവിനെ കാണുവാനായിട്ടാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒരുപക്ഷെ ഈ വേദഭാഗത്ത് അത് സൂചിപ്പിക്കുന്നില്ല എങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായ ചിന്തയും ചിത്രവും ഇതാണ്. യൂദ ഇവിടെ നിന്ന് ഈ അപ്പക്കഷ്ണവും വാങ്ങിച്ചുകൊണ്ട് വേഗം അവിടെ നിന്ന് പോവുകയാണ്. മറ്റ് ശിഷ്യന്മാരൊരു പക്ഷേ കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നു, കർത്താവിനോടൊപ്പം അവർ ടൈം സ്പെൻഡ് ചെയ്തു. എന്നാൽ യൂദായ്ക്ക് അവിടെ ഇരിക്കുവാനായിട്ട് കഴിയത്തില്ല. ഈ യഹൂദ മേലധികാരികളോട് ചെന്ന് പറയേണ്ടതായിട്ടുണ്ട്, കർത്താവ് ഇന്ന സ്ഥലത്ത് കൂടി സഞ്ചരിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഇന്ന ദിശയിൽ പോയാൽ ഇദ്ദേഹത്തെ പിടിക്കുവാനായിട്ട് കഴിയും. അതിനൊരു വളരെ കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി ചുംബിക്കും, നിങ്ങളപ്പോൾ മനസ്സിലാക്കിക്കോളം, ഇതാണ് കർത്താവ്, ഇതാണ് യേശു, അവനെ പിടിച്ചുകൊള്ളണം. ഇന്നും ഞാനും നിങ്ങളുമൊക്കെ ഇതുപോലെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇറങ്ങിപ്പോകുന്നവരാണ്. നമ്മുടെ ആരാധനകളിലൊക്കെ പലപ്പോഴും നമുക്കങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, ഇത് പൂർത്തീകരിക്കുന്നതിന് മുന്നമേ ഇറങ്ങിപ്പോവുകയാണ്. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് അപ്പവീഞ്ഞുകൾ വായിലേക്ക് വീണാൽ ഉടനെ ഇവിടെ നിന്ന് സ്ഥലം വിടുക എന്നുള്ളതാണ് ഒത്തിരിയേറെ ആളുകളുടെ ആവേശം. അതുകൊണ്ട് തന്നെ ഈ കുർബാനയുടെ സമയത്തുള്ളതായ ആളുകൾ എല്ലാം തന്നെ ഇതിൻ്റെ രണ്ടാം
അല്ലെങ്കിൽ ഈ കുർബാന കഴിഞ്ഞ് ഈ ആശീർവാദത്തിൻ്റെ സമയത്തിന് നിൽക്കാറില്ല. ദേ ഹാവ് സം അതർ ബിസിനസ്, വി ഹാവ് സം അതർ ബിസിനസ്. ഇവിടെ യൂദായിക്ക് ഒരു സം അതർ ബിസിനസ് ഉണ്ടായിരുന്നു. എന്താണ്? ചാരപ്പണിയാണ്. ഒരു ചങ്ങാതിയായി നീ കൂടെ നിൽക്കേണ്ടുന്നവൻ നീ ചാരപ്പണിയുമായിട്ടാണ് കൂടെ നിൽക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. ഇത് എത്രയോ ഖേദകരമായിട്ടുള്ളതായ കാര്യമാണ്. ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ടുണ്ട്: എ മാൻസ് ഫ്രണ്ട്ഷിപ്പ് ആർ വൺ ഓഫ് ദി ബെസ്റ്റ് മെഷേഴ്സ് ഓഫ് ഹിസ് വർത്ത്. ഒരു മനുഷ്യൻ്റെ ഫ്രണ്ട്ഷിപ്പ്, അവൻ്റെ സൗഹൃദം, ഇവൻ്റെ വാല്യൂ, ഇവൻ്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഇവൻ ആരുമായിട്ടാണ് ചങ്ങാത്തം കൂടിക്കൊണ്ടിരിക്കുന്നത്? കർത്താവിൻ്റെ കൂടെ നടക്കുന്നുണ്ട്, കൂടെ ഇരുന്ന് ഭക്ഷിച്ചു. പക്ഷേ അവനറിയാവുന്നത് ആ മിനിറ്റുകളിൽ ചാരപ്പണിയാണ്. അവിടെ ഇരിക്കുന്നത് അത്രയും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതല്ല. ഇതിൽ ആത്മാർത്ഥതയോടുകൂടി ആഹ്ലാദിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പല്ല. ഇതെങ്ങനെയും ഒന്ന് തീർത്തിട്ട് വേണം വേറെ ചില പരിപാടികൾക്ക് പോകുവാൻ എന്നുള്ളതായ നില. വിശുദ്ധ കുർബാന നമ്മളോട് ഓർപ്പിക്കുന്നത് ഞാനും നിങ്ങളും കർത്താവിന് ചാരപ്പണി ചെയ്യുവാനായിട്ടല്ല, പിന്നെയോ വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ളതായ ഒരു സുഹൃത്തിനായിട്ട്, ഒരു സുഹൃത്തിനെ പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുവാൻ പറ്റുന്നതായ ഒരാൾ, എന്നോട് എല്ലാം പങ്കുവയ്ക്കുന്നതായ ഒരാൾ എന്നുള്ളതായ നിലയിൽ. 3, പ്രവൃത്തികളെ അല്ല നിനവുകളെ പരിശോധിക്കുക. സെൽഫ് എക്സാമിൻ our thoughts or intentions rather than actions and conduct. നിനവുകളെ പരിശോധിക്കുക. ഇവിടെ നിനവുകളെ പരിശോധിക്കുവാനായിട്ട് ഒരു അവസരം കർത്താവ് തന്നെ നൽകുകയാണ്. കർത്താവ് ഇവരോട് പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കാനായിട്ട് പോകുകയാണ്. ഒരു പക്ഷേ ഇത് കേട്ടതായ യൂദ ആദ്യമൊന്നും പ്രതികരിച്ചില്ല എങ്കിൽ പോലും എല്ലാവരും ചോദിച്ചതിന് പിറകെ ചോദിക്കുന്നതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാനാണോ റബി? അതെ, നീ തന്നെ. നിന്റെ ഇൻറ്റൻഷൻ, നീ ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? പെസഹാചരണത്തിനല്ല. നീ ഇന്ന് ഇവിടെ എന്തിനായിരിക്കുന്നു? നീ കുർബാന ആഘോഷിക്കുവാനായിട്ട്, ഇതിൽ ആത്മാർത്ഥമായി പങ്കെടുക്കാൻ വേണ്ടിയാണോ ഇന്ന് വന്നിരിക്കുന്നത്? ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് ഒബ്സർവ്? ഇവിടെ നടക്കുന്നത് എന്താണ്, ഇവിടെ നടക്കാത്തത് എന്താണെന്ന് കാണാൻ വേണ്ടി വന്നതാണോ? അങ്ങനെയും ആളുകൾ പള്ളിയിൽ വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആരാധനയോടുള്ളതായ സ്നേഹമൊന്നുമല്ല. പിന്നെ അവിടെ എന്ത് നടന്നു, അവിടെ എന്ത് നടന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഒന്ന് വീക്ഷിക്കണം. നിന്റെ പ്രവൃത്തിയല്ല വിഷയം. 2 മണിക്കൂർ ആരാധനാലയത്തിൽ ഇരുന്നു, സത്യമാണ്. പക്ഷേ വാട്ട് അബൌട്ട് യുവർ ഇൻറ്റൻഷൻ? വാട്ട് വാസ് യുവർ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദാറ്റ്? എന്തിനാണ് നീ ഇവിടെ ഇരുന്നത്? വാട്ട് വർ യുവർ തോട്ട്സ്? എന്തായിരുന്നു നിന്റെ ചിന്തകൾ? നീ എന്താണ് ഇവിടെ ഇരുന്ന് ആലോചിച്ചു കൊണ്ടിരുന്നത്? ഇവിടെ ഇരുന്ന് ചിന്തിച്ചത് അത്രയും ദൈവമേ നീ എത്ര വലിയവനാണെന്നാണോ ചിന്തിച്ചത്? അതോ അതിൻ്റെ ഇടയിൽ 2 മെസ്സേജ് നോക്കാനായിട്ട് നമ്മൾ ടെംപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? അതിൻ്റെ ഇടയിൽ നിരന്തരം ഇരുന്ന് വർത്തമാനം പറയുവാനായിട്ട് നമ്മൾ ടെംപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? യുവർ ഇൻറ്റൻഷൻസ്, നിൻ്റെ ഇൻറ്റൻഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. യൂദായോട് കർത്താവ് പറയുകയാണ്, നീ ഇവിടെ ഇരുന്നത് കൊണ്ടും ഈ പെസഹ ആചരിച്ചതുകൊണ്ടും നിനക്ക് നന്മ ആ നിലയ്ക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. അല്ലായിരുന്നുവെങ്കിൽ യൂദ കെട്ടിഞ്ഞാന്ന് ചാകുവാനായിട്ട് ഇടയാകത്തില്ലായിരുന്നു. ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതായ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ചാകുവാനായിട്ട് ഇടയായി തീർന്നു. വൈ? അതിൽ സംബന്ധിച്ചു. അപ്പം കഴിച്ചു. വീഞ്ഞു കുടിച്ചു. പക്ഷേ പ്രയോജനമുണ്ടായില്ല. വൈ? ഹിസ് ഇൻറ്റൻഷൻ വാസ് സംതിങ് എൽസ്. വളരെ ഡീവാല്യൂഡ് ആയിട്ടുള്ളതായ ചില ഇൻറ്റൻഷനുമായിട്ട് ജീവിക്കുന്നതായ അനുഭവം. ഗാന്ധിജി പ്രകാരം പറഞ്ഞിട്ടുള്ളത് വായിച്ചിട്ടുണ്ട്, ബിഫോർ ദ ത്രോൺ ഓഫ് ദി ഓൾമൈറ്റി മാൻ വിൽ ബി ജഡ്ജ് നോട്ട് ബൈ ഹിസ് ആക്ട്സ് but by his intentions, for God alone reads our hearts. സർവശക്തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ നിങ്ങളെ വിധിക്കപ്പെടുന്നത് നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ടല്ല, എത്ര ദിവസം പള്ളിയിൽ പോയി എന്നുള്ളതായ നിലയിലല്ല, എത്ര കുർബാന കൊണ്ടു എന്നുള്ളതല്ല. പെസഹായിക്ക് ഞാൻ ബന്ധപ്പെട്ട് ഞാൻ പള്ളിയിൽ പോയി ഇരുന്നു അല്ല. നിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? നീ പള്ളിയിൽ വരാനായിട്ട് നിനക്ക് കഴിഞ്ഞില്ല, പക്ഷേ
കിടക്കയിൽ വളരെ വേദനയോടുകൂടി, ദൈവമേ എനിക്കൊന്നു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു, നീ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ ഇവിടെ വന്ന് സംബന്ധിച്ചതായ 100-ൽ പരം ആളുകളെക്കാൾ ഉപരിയായി, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ എത്രയെത്രയോ നൂറുകളായിട്ട് ആളുകൾ തിങ്ങിക്കൂടിയിരുന്നതായ അനുഭവങ്ങൾ, അവരിലേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ളതായ അനുഭവം നിൻ്റെ ഇൻറ്റൻഷനെ നോക്കി ദൈവം തമ്പുരാൻ പറയും, ഈ പള്ളിയിൽ വരായിരുന്ന ചിലരുടെ അനുഭവങ്ങളാണ് മെച്ചം എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. കുർബാന, ഈ വലിയ ശുശ്രൂഷ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നതും എന്നോടും നിങ്ങളോടും വളരെ കൃത്യമായി ചലഞ്ച് ചെയ്ത് പറയപ്പെടുന്നതുമായ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, ചതിയല്ല ആവശ്യം, ചാരിതാർത്ഥ്യമാണ് ആവശ്യം. ഗ്രാറ്റിറ്റ്യൂഡ്, ബിട്രയലല്ല, ഗ്രാറ്റിറ്റ്യൂഡ്. ഇവിടെ ഇരിക്കുന്നതായ ഓരോ സെക്കൻഡിലും വളരെ കൃതാർത്ഥതയോടുകൂടി, ചാരിതാർത്ഥ്യത്തോടുകൂടി എൻ്റെ ദൈവം എനിക്ക് എത്രയോ നന്മ നൽകി, എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ളതായ അനുഭവം നൽകി. കഴിഞ്ഞ വർഷം എനിക്കിങ്ങനെ ഒന്ന് വരാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. ഈ വർഷം ഒന്നുമല്ലെങ്കിൽ വളരെ ചുരുക്കമായിട്ട് നാമമാത്രമായിട്ടാണെങ്കിലും ചില ആളുകളോടൊപ്പം വരുന്ന ആരാധിപ്പാൻ അവസരം ലഭിച്ചു. ഇങ്ങനെ ചാരിതാർത്ഥ്യത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് നോക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ഈ പെസഹ ആചരണത്തിന് അർത്ഥമില്ല. രണ്ടാമത് പറയുവാനായിട്ട് ശ്രമിച്ചത് ചാരനാകാതെ ചങ്ങാതിയായി തീരുക എന്നുള്ളതാണ്. ബിക്കം എ കമ്പാനിയൻ ആൻഡ് എ കോംറേഡ് rather than എ സ്പൈ. നിനക്ക് സ്പൈ വർക്ക് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കാം. ഇവിടെ കാണുന്നത് അവിടെയും അവിടെ കാണുന്നത് ഇവിടെയും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിഞ്ഞു എന്ന് വന്നേക്കാം. പക്ഷേ വിശുദ്ധ കുർബാന നിന്നോട് പറയുന്നത്, യൂദായേ, നീ ചാരനാകാനായിട്ടല്ല നിന്നെ ഞാൻ വിളിച്ചത്. നിന്നെ വിളിച്ചത് നീ എൻ്റെ ചങ്ങാതിയായി തീരാനാണ്. നീ എൻ്റെ ചങ്ങാതിയായി തീരാൻ, നിന്നെ വിളിച്ചത് ചങ്ങാതിക്ക് ആയിട്ടാകാനാണെങ്കിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാരപ്പണിയാണ്. നിന്നെ എന്തിനു വിളിച്ചു എന്ന് നീ മറന്നുപോയിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞതായ കാര്യം പ്രവൃത്തിയല്ല, നിലവുകളെ പരിശോധിക്കുവാനായിട്ട് കഴിയണം. എന്താണ് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടുന്നത്? നോട്ട് അവർ കണ്ടക്ട്, നോട്ട് അവർ ആക്ഷൻസ്. പിന്നെയോ ഇൻറ്റൻഷൻ. എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കുന്നു, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു, ഇവിടെ മുട്ടുകുത്താൻ പറയുമ്പോൾ മുട്ടുകുത്തുന്നു, വാ തുറക്കാൻ പറയുമ്പോൾ വാ തുറക്കുന്നു, വായടയ്ക്കാൻ പറയുമ്പോൾ അടയ്ക്കുന്നു. യെസ്, പെർഫെക്റ്റ്ലി ഡൺ, വെരി വെൽ, റൈറ്റ്. അങ്ങനെയല്ല. നിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഈ കുർബാന സ്വീകരണത്തിൻ്റെ ആ സെക്കൻഡിലെങ്കിലും നീ എന്താണ് ചിന്തിച്ചത്? ഈ പെസഹ അർത്ഥമുള്ളതായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ശ്രേഷ്ഠമായിട്ടുള്ളതായ പെസഹായുടെ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള കഴിവ്, അതിനുള്ളതായ വിവേകം ഞങ്ങൾക്ക് പലപ്പോഴും ഇല്ല. എങ്കിലും അവിടുത്തെ വചനത്തിൽ കൂടി ഞങ്ങൾ കണ്ടിട്ടുള്ളതും ഞങ്ങൾ കേട്ടിട്ടുള്ളതും ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ളതായ ഒത്തിരിയേറെ ഗുണപാഠങ്ങൾ ത്യജിച്ച് കളഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ലല്ലോ കർത്താവേ. യൂദായെപ്പോലെ ഞങ്ങൾ നിന്നെ ചതിക്കുകയോ ചാരപ്രവൃത്തി ചെയ്യുകയോ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഞങ്ങളുടെ ആരാധനകൾ പലപ്പോഴും ചതിയായി തീരുകയും ഞങ്ങളുടെ കൂട്ടായ്മ ബന്ധങ്ങൾ പലപ്പോഴും ചാരവൃത്തിയായി തീരുകയും ചെയ്തിട്ടുള്ളതായ കുറവുകൾ ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ പല പ്രവൃത്തികൾ ചെയ്തു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ മികച്ചവരാണ് എന്ന് സ്വയം ചിന്തിക്കുകയും, എന്നാൽ ഞങ്ങളുടെ ചിന്തകൾ എന്തായിരുന്നു, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു എന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും ഒന്ന് വിശകലനം ചെയ്യുവാൻ, ആത്മപരിശോധന ചെയ്യുവാൻ ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ കുറവുകളൊക്കെയും ക്ഷമിക്കണം. ഈ നോമ്പിൻ്റെ ദിനങ്ങൾ, ഈ പെസഹായുടെ ആചരണം, വരും ദിവസങ്ങളിലെ ഈ വിശുദ്ധ വാരത്തിൻ്റെ വിവിധ ശുശ്രൂഷകൾ ഞങ്ങളെ രൂപപ്പെടുത്തുകയും ഞങ്ങളെ പാകപ്പെടുത്തുകയും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. വിശുദ്ധ കുർബാന ഓരോ പ്രാവശ്യം നമ്മൾ ഒരുക്കത്തോടുകൂടി കൈക്കൊള്ളുമ്പോഴും ഒരുക്കം നമ്മൾ ധരിക്കുന്നതായ വസ്ത്രത്തിൻ്റെയോ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വന്നു എന്നുള്ളത് കൊണ്ടോ മാത്രം തീരുന്നതല്ല.
അതിലുപരിയായി ചതിയുടെ അംശം, ഒരു ചാരപ്രവൃത്തിയുടെ അംശം, യഥാർത്ഥമായിട്ടുള്ളതായ ഇൻറ്റൻഷൻ എന്തെന്നുള്ളതായ ചിന്ത, ഇതൊക്കെ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് ഒരുക്കത്തോടുകൂടി വരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയണം. അത്തരത്തിൽ ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് വന്നിട്ടുള്ളവർ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കുമ്പസാരത്തിൻ്റെ ഈ പ്രാർത്ഥന അനുതാപ ഹൃദയത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി എൻ്റെ പിന്നാലെ ഏറ്റ് ചൊല്ലുക. സ്വന്തം നീനക്കിനി ഞാനേശുദേവാ, സ്വന്തം നീനക്കിനി ഞാനേശുദേവാ, പാപബന്ധം നീക്കെന്നിൽ നിന്നെൻ പ്രിയനാഥ, പാപബന്ധം നീക്കെന്നിൽ നിന്നെൻ പ്രിയനാഥ. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാം ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എൻ്റെ ഹൃദയ കൈകളെ നിങ്കലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചുകൊള്ളുന്നു. ഞാൻ മുഴുവനും നിങ്കലായിരിക്കാനും നിൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിപ്പാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ, എൻ്റെ കണ്ണുകളെയും വ്യർത്ഥ കാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ, എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി അനുതപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സിലെ സകല പാവവും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ സഹോദരനും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി എന്നോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പീൻ. രഹസ്യമടങ്ങിയ ആ താഴത്തിൽ വെച്ച് പഴയതും
പ്രതിരൂപകവുമായ ശുശ്രൂഷ പൂർത്തിയാക്കി തൻ്റെ കൃപയുടെ പുതിയ രഹസ്യങ്ങളെ ഞങ്ങൾക്ക് ഫലമേൽപ്പിച്ചു തന്ന ഞങ്ങളുടെ മശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധിയുള്ളതും രഹസ്യമടങ്ങിയതുമായ നിന്റെ അത്താഴത്തിൽ പങ്കുകൊള്ളുന്നവരും സംബന്ധിക്കുന്നവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും അതിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. പാപത്തിൻ്റെ സകല അന്ധകാരത്തിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ഞങ്ങൾ നിനക്ക് പ്രസാദമുള്ളവരായി തീരണമേ. ഇവിടെയും മാഞ്ഞുപോകാത്ത ആയുസ്സിലും നിന്റെ രാജ്യത്തിലെ ഭാഗ്യങ്ങളിലും നിന്റെ സ്വർഗീയ മണവറയിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങളുടെ അടുക്കലേക്കുള്ള നിന്റെ സകല കൃപകൾക്ക് വേണ്ടിയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും വന്ദനവും കൃതജ്ഞതയും ഞങ്ങൾ കരയേറ്റുന്നു. ഹോശോ വബകുല സുബാൻ ഓൽമീൻ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നിടമായ ഉന്നതത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും ദർശനത്തിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയന്മാരുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന ആർത്തപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കൊയ്നാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവരും പരിപാലിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായെയും അവനെടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കൊടുപ്പീൻ. അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ സംരക്ഷണകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികളും പ്രകാരം പ്രതിഫലം നൽകുന്ന പരിഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു കൊല്ലുന്നു.
ലാബോ കാതമ്രോ. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമളി ചെയ്ത് ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഇവയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. കർത്താവേ, 4 ഭാഗങ്ങളുമുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റമാർ തോമാ വലിയ മെത്രാപ്പോലിത്തായും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് വലിയ മെത്രാപ്പോലിത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുയാക്കീം മാർ ഗുർലോസ്, ജോസഫ് മാർ ബർണബാസ്, തോമസ് മാർ തിമോഥെയോസ്, ഐസക് മാർ ബിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പീസ്കോപ്പമാരെയും കശിശന്മാർ, ശമാശന്മാർ മുതലായി പട്ടത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കേണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ അവിടുത്തെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കേണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയമാർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴെ അവരെ നടത്തണമേ. കർത്താവേ, സത്യവിശ്വാസത്തെ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രവൃത്തിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയും നാദമെങ്ങളുടെ
സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തൻ്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹീതനായ കർത്താവേ, നിന്റെ തൃക്കൈകളുടെ ജീവനെ ഫലമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇറക്കുന്നു. നല്ലവനേ, ദയ തോന്നി ഞങ്ങളോട് ചെയ്യണമേ. വിവിധങ്ങളായ ആവശ്യങ്ങളെ നമുക്ക് ഒരു നിമിഷം ദൈവാസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ വർഷം ഇത്തരത്തിൽ ചെറിയ സംഘമായി ദൈവാസന്നദ്ധിയിൽ പെസഹായുടെ പെരുന്നാൾ ആഘോഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. വിശുദ്ധ വാരാചാരണത്തിലൊക്കെയും ദൈവത്തിൻ്റെ വലിയ കൃപ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തോട് കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കോവിഡ്-19 രണ്ടാമത്തെ വേവ് നമ്മുടെ പ്രദേശങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതായ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ വലിയ വിപത്തുകളിൽ നിന്ന്, വലിയ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകൾക്കായി പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹത്തെ ആകമാനം ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ ദിവസങ്ങളെ ശുശ്രൂഷകളൊക്കെ മനസ്സിൻ്റെ രൂപാന്തരത്തിന്, ജീവിതങ്ങളുടെ പുതുക്കത്തിന്, സഭയുടെ ഐക്യത്തിന്, കർത്താവെ ആത്മീകമായ വളർച്ചയ്ക്ക് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും വരാൻ കഴിയാതെ പോകുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർക്കാം. വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിശ്ചയണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഞങ്ങളാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും മധ്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. വിശ്വസിക്കുകയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. പാലിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. അവർ ഒന്ന് തന്നെയാകുന്നു. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറെ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധികളേറെവായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Oh
നാഥ അനുഗ്രഹിച്ചങ്ങളെ തുണയ്ക്കണമേ. കുരിയനായിസോ കുരിയനായിസോ കുരിയനായിസോ. എൻ്റെ സഹോദരനും വാത്സല്യപരമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യ ദിവസങ്ങൾ പുലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. പാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതലേക്കും തന്നെ ആമേൻ. നിൻ ശരണത്തിൽ മൃഗരാമിൻ നാടിയാരേ നിൻ ജീവസ്വരം പാരുദീസായിൽ ഗുണതുമ്പോൾ ഞങ്ങളെയും നീയോർക്കേണമേ. സ്തോമൻ കാലോസ് കുരിയനായിസോ. നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു. നിന്നുയർപ്പാലത് മാന്യതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാമം നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാം. സ്വന്തം മരണത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദത്തിൽ പാടുവാൻ മണ്ണിൽ ഞങ്ങളെ ഉത്തരേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം വന്ദിനും സുസ്ഥിരമാകുന്നു. തലമുറയിലേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളെ ഉയർന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായി നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നീക്കം തിരുസുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരുണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമല്ല ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. കടകളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെടുത്തുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിനാൽ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. ആമേൻ.
ചോരയാലെ പൂർത്തീകരിച്ചോ അത്യുന്നതത്തിൽ സത്യമണാളാം നിത്യം മഹത്വം സ്തുത്യവനാമേ. വെണ്ണായി വതിരാം കീർത്തി സഹാക്കേ കാട്ടിൽ കിടന്നോ രാട്ടിൻ കിടാവാം അത്യുന്നതത്തിൽ സത്യമണാളാം നിത്യം മഹത്വം സ്തുത്യവനാമേ. നിത്യം മഹത്വം സ്തുത്യവനാമേ.
സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ലഭിക്കും നിശ്ചയം എൻ വീരൂപനിക്കു ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജകൈയിൽ നിന്നു ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കൈയിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജന്മുഖം കണ്ടു എന്നു ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമാം വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്തിൻ ഫലമാം വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി.
തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരെ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൽ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരക്കവും ഞങ്ങൾക്ക് ന്യായവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്തോത്രം ചെയ്യും. മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അവരുടെ പ്രത്യാശയാകൊണ്ട് ഞങ്ങളോട് നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബോധം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരിച്ച രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങളെയെല്ലാം വാഴ്ത്തണമേ. ഞങ്ങൾക്കുള്ള സൃഷ്ടാവേ, ഞങ്ങളെയെല്ലാം കാക്കണമേ. സകലത്തിനും ഉടയവനായി തുണയേകീടും കർത്താവേ, രക്ഷയ്ക്കുള്ള വഴിയേ നീ ഞങ്ങൾക്കെന്നും കാണിക്കാം. കർത്താവേ, തിരുസന്നിധിയിൽ ശുശ്രൂഷ നിന്റെ ദാസന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴുകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി അവിടുത്തെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സഹോദരനും പ്രിയപ്പെട്ടവരുമേ, പാപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതായ വാഴുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയുമാകത്തുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ നിങ്ങൾ പോകുവീൻ. സമീപസ്ഥനും കർത്താവിന് ജയം നൽകുന്ന സ്ലീബായിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായിൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും ഭാവ്യവുമായ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിപ്പാൻ നിങ്ങൾ തിരിഞ്ഞ് സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീ. മധ്യസ്ഥ പ്രാർത്ഥനയാലും ശിക്ഷകൾ ഞങ്ങളിൽ നിന്നൊഴിച്ച് രക്ഷയിലാക്കി കാക്കേ. അത്യുന്നതങ്ങളിൽ വാസം ചെയ്യും ഈലോയി ദേവാ, തിങ്ങും കരുണ കണ്ണാൽ ഞങ്ങളെ സൂക്ഷിക്കണം.
ദൈവമേ ശോഭിതമാം നിൻ ക്രൂശിൻ നിഴലിൽ ഞങ്ങളെ മറച്ച് കാരുണ്യത്താൽ ഈ കൂട്ടത്തെ